അതിനൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടായി കേട്ടോ. അത് പറയാതിരിക്കാൻ മേല. അതായത് 2023 നടന്ന പീഡനമാണ് ഇപ്പോഴാണ് പരാതി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി ഇത്രയും വൈകിയത്? അത് സംബന്ധിച്ച് KPCC പ്രസിഡന്റിന് കൊടുത്ത പരാതിയിൽ, പിന്നീട് FIR-ൽ, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയി പെൺകുട്ടിയെ കണ്ട് എടുത്തുകൊണ്ടുവന്ന മൊഴിയിൽ എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. പരസ്പരം വിരുദ്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. 2023 നടന്ന ഒരു പീഡനമല്ലയോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓർത്തിരിക്കുമോ? മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ മറന്നു പോകാമല്ലോ. ആ ഒരു ആനുകൂല്യം നമ്മുടെ കോടതി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കോടതി അത് വളരെ പ്രധാനമായിട്ട് കണ്ടു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും രാഹുലിന് ജാമ്യം കിട്ടി. രാഹുലിന്റെ അറസ്റ്റ് പോലീസ് മനഃപൂർവ്വം വൈകിച്ചതാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവരുടെ പരാതി അതാണ്. കാരണം അതൊന്ന് കത്തിച്ചു നിർത്തണം. ഈ രണ്ടാം ഘട്ട പോളിംഗ് കൊടുന്ന് കഴിയുന്നത് വരെ അതിനെ ഒന്ന് മൂപ്പിച്ച് നിർത്തിയാൽ അതിൽ ചില രാഷ്ട്രീയ ലാഭങ്ങളുണ്ടെന്ന് സർക്കാർ കണ്ടു. ഈ സർക്കാരിനെ നയിക്കുന്ന ചില ബുദ്ധികേന്ദ്രങ്ങളുണ്ട്. അവരാണ് ഈ പോലീസിന്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. അവർ നോക്കിയപ്പോൾ ഇതിനെ ഒന്ന് മൂപ്പിച്ച് നിർത്തണം. എന്തുകൊണ്ടാ? അപ്പുറത്തതാ ശബരിമല സ്വർണ്ണക്കൊള്ള കിടന്ന് കളിക്കുക. അതങ്ങനെ നീറി പടരുകയാണ്. CPM-ന്റെ 2 പ്രമുഖ നേതാക്കൾ അറസ്റ്റിലായിരിക്കുക. അതിന്റെ അന്വേഷണം മറ്റു ചില കൂടുതൽ പ്രധാനപ്പെട്ട CPM നേതാക്കളിലേക്ക് എത്തും എന്ന് ആ ഒരു സാധ്യത തെളിഞ്ഞിരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് തദ്ദേശ ഭരണ പ്രചാരണ രംഗത്ത് വന്നിരിക്കുക. അപ്പൊ അതിൻ്റെ ഒരു ഗൗരവം ഒന്ന് കുറച്ചു കൊണ്ടുവരണം. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അതിന് കിട്ടിയ ഒരു വഴിയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പീഡന പരാതികൾ. അത് വളരെ കൃത്യമായിട്ട് അതങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാ. അതിൽ പലർക്കും പങ്കുണ്ട്, മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ അത് വളർത്തിക്കൊണ്ടുവന്ന. അപ്പൊ അത് നിലനിർത്തണമല്ലോ.